വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. ഇതൊക്കെ ഇങ്ങ് അടുത്തെത്തി. അപ്പോൾ ഇന്നൊരു പുഡിംഗ് റെസിപ്പി ചെയ്യാമെന്ന് വിചാരിച്ചു. ബ്രെഡ് ജെല്ലി പുഡിംഗ് വളരെ ഈസി ആയിട്ട് വീട്ടിൽ കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിംഗ് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി കൊടുക്കുക. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ഞാനിവിടെ ഒരു 5 ബ്രെഡ് സ്ലൈസേഴ്സ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഇതിനെ ഞാനൊന്ന് ചോപ്പ് ചെയ്തിട്ട് വെക്കുന്നുണ്ട്. വലിയ സ്ലൈസ് ബ്രെഡാണെങ്കിൽ ഒരു 4 എണ്ണം മതിയാകും കേട്ടോ. ഇനി അടുത്തതായിട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആവശ്യമുണ്ട്. അതിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂൺ പാല് കൂടി ഒഴിച്ചിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. നന്നായിട്ട് സ്പൂൺ കൊണ്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് മാറ്റി വെക്കാം. പിന്നെ നമുക്കൊരു മുട്ട ആവശ്യമുണ്ട്. അതിനെ നമുക്കൊരു ഒരു സ്പൂണോ ഫോർക്കോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള കോൺഫ്ലവർ മിക്സ്ചറും ചേർത്തിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം. പിന്നെ ഞാനിവിടെ 1 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്കൊന്ന് നന്നായിട്ട് ചൂടാക്കി എടുക്കണം. അപ്പോൾ ഇത് ചൂടാവുന്ന നേരം കൊണ്ട് നമുക്ക് നമ്മുടെ ചൈന ഗ്രാസ് ഒന്ന് ഉരുക്കിയെടുക്കാം. ഇത് ഞാനൊന്ന് ചൂടാക്കട്ടെ. അപ്പോഴേക്കും ഞാനിവിടെ ഒരു 10 ഗ്രാം ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട്. അതിനെ വെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുക, ഒന്ന് കഴുകിയെടുക്കുക. അതിനുശേഷം ഇതിനൊരു പാനിലേക്ക് ഇട്ടിട്ട് ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് ഇതിനെ മെൽറ്റ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റോളം മതിയാവും. അപ്പോൾ ഇത് നന്നായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ പാലും നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ മെൽറ്റ് ചെയ്ത ചൈന ഗ്രാസ് നമ്മുടെ പാലിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ മുട്ട കോൺഫ്ലവർ മിക്സ്ചറില്ലേ, അതുകൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ച ബ്രെഡ് സ്ലൈസസ് കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടിൻ കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം 1 ടീസ്പൂൺ വനില എസെൻസ് കൂടി ആഡ് ചെയ്തു. ഇനി ഇതിനെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഈ ഒരു മധുരമൊക്കെ ഒന്ന് ബാലൻസ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട് ഞാനൊരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കണം. ഇപ്പോൾ നല്ല ചൂടാണ്. ഇതൊന്ന് നന്നായിട്ട് കൂളായിട്ട് വന്നതിന് ശേഷം നമുക്കിതിനെ മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാം. 2 ബാച്ചായിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ ഞാനിത് 2 ബാച്ചായിട്ടാണ് അടിച്ചെടുത്തിട്ടുള്ളത്. ചൂടോടുകൂടി നിങ്ങൾ മിക്സിയിലിട്ടിട്ട് ഇതിനെ ഗ്രൈൻഡ് ചെയ്യരുത്. ഇത് പുറത്തേക്കൊക്കെ തെറിച്ച് വരും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അങ്ങനെ നമ്മുടെ 2 ബാച്ചും ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഞാനിതിനൊരു പുഡിംഗ് ഡിഷിൽ ഒഴിച്ചിട്ടുണ്ട്. ഇതിനെ നമുക്കിനി ഒരു 4-5 മണിക്കൂർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. ഞാനിത് ഓവർനൈറ്റാണ് വെച്ചിട്ടുള്ളത്. ഇനി നമുക്കിതിന് മേലെയുള്ള ജെല്ലിയുടെ ഒരു ലെയറില്ലേ, അത് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഞാനിവിടെ 85 ഗ്രാമിൻ്റെ ഒരു ജെല്ലി പാക്കറ്റാണ് എടുത്തിട്ടുള്ളത്. ഇത് ഓറഞ്ചിൻ്റെ ജെല്ലി ക്രിസ്റ്റൽസ് ആണ്. പക്ഷേ ഇതിൽ 450 മില്ലി വാട്ടറാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഞാനിവിടെ 1 കപ്പ് വെള്ളം മാത്രമേ എടുത്തിട്ടുള്ളൂ. എനിക്ക് കുറച്ച് തിക്കായിട്ട് വേണമായിരുന്നു. അപ്പോൾ ഞാനിവിടെ തിളച്ച വെള്ളം ഈ ജെല്ലി മിക്സ്ചറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് സ്പൂൺ കൊണ്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് കൂളായതിന് ശേഷം നമുക്ക് ഈ ഒരു പുഡിംഗ് ലെയറിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കണം. ഇതിപ്പോൾ ഓവർനൈറ്റ് വെച്ചിട്ട് നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതുപോലെ തന്നെ യൂസ് ചെയ്യാം കേട്ടോ. ജെല്ലി ലെയർ വേണ്ടാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മേലെ കുറച്ച് കാഷ്യൂ നട്ട്സ് ഒക്കെ ഇട്ടിട്ട് സെർവ് ചെയ്യാം. പക്ഷേ ഞാനിവിടെ ഒരു ജെല്ലി ലെയർ കൊടുക്കാൻ പോവാണ്. ഈ ജെല്ലി നന്നായിട്ട് കൂളാവണം കേട്ടോ. ചൂടോട് കൂടി ഒഴിച്ചാൽ നമ്മുടെ പുഡിങ്ങൊക്കെ മെൽറ്റായി പോവും. അപ്പോൾ ഇതൊന്ന് തണിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ജെല്ലി ലെയർ ഇതിൻ്റെ മേലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മുഴുവനായിട്ട് ഒഴിക്കണമെന്നില്ല. പിന്നെ ഞാനിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 1/2 മണിക്കൂർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് വിപ്പിംഗ് ക്രീം കൂടി വെച്ചിട്ട് ഇതിനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ്. എല്ലാവരും പെട്ടെന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഫീഡ്ബാക്ക്സ് എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ദിസ് ഈസ് മീ നിഷി സൈനിങ് ഓഫ്. ടേക്ക് കെയർ.